ഇന്നലെ എനിക്ക് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. താനല്ലടോ കുറച്ച് നാൾ മുമ്പ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തത്, അതുപോലെ തന്നെ മറ്റേ ചെറുക്കനെ പള്ളു പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആരുടെയും അടിമയോ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നെങ്കിലും എന്തെങ്കിലും ചില്ലറ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആയുഷ്കാലം മുഴുവൻ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ശരി എന്താണ് എന്ന് തോന്നുന്നിടക്ക് ഞാൻ പ്രതികരിക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്താ ചെയ്യുന്നത്, മറ്റുള്ളവൻ്റെ കൂടെ കൂടിയിട്ട് ഇവളെ ഇങ്ങനെ പറയാം അങ്ങനെ പറയാം എന്നൊന്നും എനിക്കില്ല. ഇപ്പോഴെനിക്ക് കൃത്യമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ എന്താ പറയുക, രാഹുൽ ദാസ് എന്ന് അച്ഛൻ പറയുന്ന നമ്മുടെ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ, ആ പയ്യൻ്റെ കയ്യിൽ ഇനി എന്തൊന്ന് തെറ്റുണ്ടെങ്കിലും അതൊരു 10-22 വയസ്സുള്ള ഒരു ചെറുക്കനാണ്. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. രക്ഷപ്പെടുമ്പോൾ ആർക്കാണ് ഇവിടെ അസൂയ? അതുകൊണ്ടാണ് ഞാനിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ വിമർശിക്കുന്നത്. രേണുവിൻ്റെ അസുഖമുണ്ടെങ്കിൽ അത് അവർ എന്ത് ചെയ്യണം, അതായത് അവരുടേതായ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറേ പ്രഹസനങ്ങൾ കാണിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീമാജി നായരൊക്കെ വന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ലേ, അതൊക്കെ ഞാൻ വെച്ചുതരാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടി നിൽക്കുന്ന സജീന, പിന്നെ അൻഷാദ്, ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവർ തമ്മിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫൈറ്റാണ്. കാരണം എന്താണ്, അതായത് ഞാൻ പറയും ആദ്യം രേണുവിന് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയും. രേണു അത്യാസന്ന നിലയിലാണെന്ന് അവിടുന്ന് മെസ്സേജ് ഇട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ വീഡിയോ ചെയ്യും. അതായത് ഈ മനുഷ്യന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രോഗത്തെ വേറെ ഏതോ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ ഇതൊരു ബിസിനസ്സായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. അതായത് ഈ രോഗം ഇത് ഏതായാലും വന്നു, ഇനിയിപ്പോൾ സീമാജി നായർ വന്നു, കുറച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലോണം പിരിക്കാം എന്നുള്ള തരത്തിലാണോ, അല്ലെങ്കിൽ ഇനി എല്ലാവരോടും എനിക്ക് സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. രേണുവിൻ്റെ ഇടയ്ക്ക് ഓരോരോ ആൾക്കാർ പോകുന്നു, അവരുമായിട്ട് പിന്നീട് തന്നെ ഫോട്ടോ ഇടുന്നു. പിന്നെ രേണുവിൻ്റെ തന്നെ കുറേ തമാശകൾ, നമ്മൾ നല്ല കൊതുക്, രേണുവിൻ്റെ തന്നെ ഒരു വമ്പൻ തമാശകൾ നമ്മൾ കണ്ടതാണ്. ഞാനൊക്കെ ഞെട്ടിത്തരിച്ചൊരു തമാശയാണ്. കാരണം എന്താ വെച്ചാൽ, നിരവധി ക്യാൻസർ രോഗികൾ വളരെയധികം വേദനയോട് കൂടിയിട്ട് അവരവിടെ എന്താ പറയണ്ടേ, അവരുടേതായ ആ രോഗത്തോട് മല്ലിടുമ്പോൾ രേണു സുധിയെ പോലെയുള്ള ഒരാൾ ഇതും ഇങ്ങനെ അമ്പലമണി പോലെ ഇങ്ങനെ ആട്ടിക്കളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കറ, ദേഷ്യം വരുമോ ഇല്ലയോ? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗവും വന്ന അഹങ്കാരവും കൂടിയെന്നേ ഞാൻ പറയുള്ളൂ. എന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത്? ഇവരിപ്പോഴും പറയുന്നത് എന്താ, എന്നെ അങ്ങ് കൊന്നുകളയൂ. ആരെങ്കിലും പറയുന്നതാണോ കുറ്റം? ഇവർ ചെയ്യുന്നത് കുറ്റമൊന്നുമല്ലേ? എന്നിട്ട് പറയും എന്നെ അങ്ങ് കൊന്നുകളി. എന്തൊരിതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവൊക്കെ മാറിയിട്ട് പോസിറ്റീവിൽ വന്നിരുന്നു. ഇപ്പോഴതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഉടച്ച്, അതായത് കല ഉടച്ചതെന്ന് അറിയില്ല, ഈ വൈകോളം വെള്ളം കോരിയിട്ട് അതേപോലെയാണ് ഇപ്പോഴും രേണുവിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടുന്ന അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു നല്ല പ്രവണതയല്ല, വളരെ മോശമായ പ്രവണതയാണ്. ഇതിനും കൊണ്ട് ചിരിച്ചുകൊണ്ട് ആഹാ കൊള്ളാം വളരെ നല്ലത്. ആദ്യമൊക്കെ ഞാൻ കരുതിയത് ഇവരെ ആ രോഗത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഇവരാ മനസ്സൊക്കെ പാകപ്പെടുത്തി എടുക്കുകയാണ് എന്നുള്ളതാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗെയിമിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ അകത്ത് പല ഗെയിമുകളുണ്ട്. അപ്പോൾ ഈ സജീന, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അൻഷാദ്, അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഈ അൻഷാദ് എന്ന് പറയുന്നവൻ ഈ രേണുവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ദോസ്താണ്. ഈ അൻഷാദാണ് പോലും ഈ സീമാജി നായരുമായിട്ടുള്ള ഫോട്ടോ പുറത്തു വിട്ടതെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇവർ കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ചു. സീമാജി നായർക്ക് പോലും മനസ്സിലായിട്ടില്ല ഈ കാര്യങ്ങൾ. സീമാജി നായർക്ക് പോലും മനസ്സിലാകുന്നതിന് മുന്നേ ഇവരത് കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. അത് ഇവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെയൊക്കെ സീമ കൂടെയുണ്ട്, സീമ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് എന്നുള്ള തരത്തിൽ ആ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അവരെ അങ്ങ് ഉപയോഗിച്ചു എന്ന് അവർ പോലും അറിഞ്ഞില്ല. അവരിന്നലെ അവരുടെ ആ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അവിടുന്ന്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്? അവരൊക്കെ ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. പിന്നെ എന്തിനാണ് സീമയെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇവരിങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അതിൻ്റെ പറയുകയാണ്. എ ഐ പിക്ചറാണ്. ഇനി അല്ല എന്ത് തൊങ്ങായി കഴിഞ്ഞാൽ, ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. പക്ഷേ നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വീഡിയോ കാണുന്ന ഒരു വീട്ടമ്മക്ക് മനസ്സിലാവോ ഇത് ആണെന്ന് മനസ്സിലാവോ? ഒരിക്കലും മനസ്സിലാവില്ല. ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ബന്ധുക്കൾക്ക് മനസ്സിലാവോ? അതായത് സീമാജി നായർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ ഞങ്ങൾക്കൊന്നും കയറിക്കൂടാ എന്നുള്ള തരത്തിൽ ഒരു ന്യൂസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര മോശപ്പെട്ട കാര്യമാണ് അവർ ചെയ്തത്. എന്നിട്ട് അവർ പറയുകയാണ് ഇത് പിക്ചറാണ്, എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ പൊന്നു ചങ്ങാതി സീമ വന്നത്. സീമ വന്നത് രേണു സുധിക്ക് ഒരു സപ്പോർട്ടാകട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ്. അല്ലാതെ നാട്ടുകാരെ മുഴുവൻ കാട്ടണം എന്ന് പറഞ്ഞിട്ടൊന്നും അവരെവിടെയും പോകാറില്ല, അവരൊന്നും ചെയ്യാറില്ല. അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് സീമാജി നായർ ഒന്നും ചെയ്യാറില്ല, ഒരാൾക്ക് വേണ്ടിയിട്ടും ചെയ്യാറില്ല. നമുക്കറിയുന്ന കാര്യമില്ലേ ഇത്. ഏതായാലും ഈ സജീന, അൻഷാദ് ബാല എന്ന് പറയുന്ന രണ്ട് പേര് അവർ ഗ്രൂപ്പ് ഏതൊരു പിന്നെന്താ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ചാനലിൽ വന്നിട്ട് പറയുന്നുണ്ട്.
മനസ്സിലായ? അത് അവരുടെ വേണ്ടപ്പെട്ടവരും അവർക്കൊന്നും പ്രശ്നമില്ലാത്തടത്ത് നിനക്ക് ഇത്ര ഹൈയില് കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവൻ അബോർഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കാട്ടി മോശമായ പ്രതികരണങ്ങൾ മുന്നേ വന്നിട്ട് നീയൊന്നും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അപ്പം അന്നേരം ഒന്നും പൊങ്ങാത്തവര് ഇപ്പൊ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരണ്ട, മനസ്സിലായ? അത്യാസിന്റെ നിലയിൽ പറഞ്ഞ അത്യാസിന്റെ നിലയിൽ തന്നെയായിരുന്നു അവൾ അഡ്മിറ്റ് ചെയ്തത്. അതിനിപ്പോ നിനക്കെന്ത്? നീ വിളിച്ച് ചോദിക്ക്. എന്റെ അടുത്ത് പറഞ്ഞനുസരിച്ചാണ് ഞാൻ ചെയ്തത്, മനസ്സിലായ? നിനക്ക് റീച്ചാണ് ഉദ്ദേശമെങ്കിൽ നീ നിന്റെ കാര്യം രീതിയിൽ എടുത്തിടണമായിരുന്നു. നീ ബാക്കിയുള്ളവരെ എടുത്തിട്ടുണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ട് കാര്യം നിനക്കെന്ത് കാര്യം? അതിനെ ബാധിക്കപ്പെട്ടൊരു പ്രശ്നമില്ലല്ലോ. പിന്നെ നിനക്കെന്തോ ടെൻഷൻ അതേ കാര്യം. ഞാൻ വേറൊരു സ്ഥലത്തേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അതിന് റിപ്ലൈ തരാത്തത്. പിന്നെ ഈ പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട്, എനിക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലും ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ 24 മണിക്കൂറും കയറി കുത്തിയിരിക്കുന്ന ആളുമല്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അത്യാസന്റെ നിലയിൽ നിന്നും പറഞ്ഞിട്ട് നിങ്ങൾ മാത്രമാണോ പോസ്റ്റ് ഇട്ടത്? എത്രയോ ആൾക്കാർ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് ഏൽക്കുവാണോ ചെയ്യുന്നത്? പിന്നെ എന്റെ പോസ്റ്റിൽ ഞാൻ അത്യാസന്ന നിലയിൽ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ സ്ക്രീൻ എടുക്കുന്നതാണ്. ആ സ്ക്രീൻ എടുക്കുന്നുള്ള പോസ്റ്റ് പ്രകാരമാണ് ഞാൻ പോലും വീഡിയോ ചെയ്തത്. അതായത് കുറച്ച് പ്രശ്നത്തിലാണ്, രേണു സുധി ICUലാണെന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയുള്ള കേസുകളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ഇവന്മാരൊക്കെ ഇത് ഇങ്ങനെയാണോ കാണുന്നത്? എന്തൊരു വിഡ്ഢികളാണോ ഇവരൊക്കെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു വിഡ്ഢികളാണ്. ബാക്കി കേട്ടോക്കാം. ഞാൻ എന്താ പറയാ, സജീന എന്ന് പറയുന്ന ആളെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. സജീന എന്നൊരു പേര് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എന്റെ പോസ്റ്റിന്റെ സൗകര്യത്തിന് എടുത്തത്. നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഇട്ട് നിങ്ങളുടെ സൗകര്യത്തിന് ഇടുന്നുണ്ടോ? അതിന് ഞാൻ നിങ്ങളുടെ പോസ്റ്റിന് അടിയിൽ ഒരു കമന്റ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. എന്റെ പോസ്റ്റൊക്കെ എങ്ങനെ ഇടണോ, ഏതൊക്കെ ഇടണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അന്നേരം ഒന്നും പൊങ്ങാത്ത ഒരു വാക്കുകൾ മര്യാദയ്ക്ക് ഉപയോഗിക്കാട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നാ വരെ മോശമായിട്ട് ഒരു വാക്കും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്, പറ്റുന്ന പോലെ തന്നെ ഞാനും ഇടയ്ക്ക് റീപ്ലൈ തരാറുണ്ട്. വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ മെൻഷൻ ചെയ്ത് നിങ്ങളെ ഞാൻ മെൻഷൻ എവിടെയെങ്കിലും സജീന ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ കാര്യമാണ്. അതില് സജീനക്ക് നല്ല വിഷമം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ സജീനയാണ് രേണുവിന്റെ സാരഥി. സജീന ആദ്യം ഇടുന്ന പോസ്റ്റ് സജീനക്ക് കിട്ടണം. അതായത് എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും സജീനക്ക് ആദ്യം തന്നെ കിട്ടണം എന്നുള്ള ആ ഒരു ഇത് സജീനക്ക് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാനാണ് രേണുവിന്റെ ആ സാരഥി. അതങ്ങനെ അതിനു വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത്യാസന്റെ നല്ല രേണു മടിക്കാൻ കിടക്കുന്നു പറഞ്ഞ് എത്രയോ ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ശരിയാണോ? അല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് കയറി ഏൽക്കുവാണോ ചെയ്യുന്നത്? എന്റെ പോസ്റ്റ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ എന്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അതിനകത്ത് എനിക്ക് റീച്ച് എന്ന് പറയുന്ന സാധനം ഒന്നും ഉള്ള ആളല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് റീച്ച് ഉണ്ടാക്കി ജീവിക്കുന്ന ആളുമല്ല. അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നത്. എനിക്ക് അത് മതി. അല്ലാതെ എനിക്കൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ല, അറിയാലോ. അതുകൊണ്ട് ഞാനിടുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ വന്ന് കയറി തോണ്ടാൻ നിൽക്കണ്ട. അതുപോലുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യണം, എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. എന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ്. അതിൽ ആരും വന്ന് എനിക്ക് സജഷൻ തരേണ്ട ആവശ്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ പറയാൻ പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ നീ പറഞ്ഞല്ലോ, നിങ്ങളെയാണോ പറഞ്ഞത്? ഈ ആദ്യമേ ഈ പോസ്റ്റ് ഇടുന്ന ഞാനാണ്. അവളെ രാവിലെയാണ് അഡ്മിറ്റ് ചെയ്തത്. ആരും അറിഞ്ഞിരുന്നില്ലല്ലോ. അറിഞ്ഞവരാരും ഇതിനെ കുറിച്ച് പ്രതികരിച്ചില്ലല്ലോ. എന്റെ അടുത്ത് നേരിട്ട് രേണുവിന്റെ ചേച്ചി വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. മനസ്സിലായ? രാവിലെ അഡ്മിറ്റ് ചെയ്ത രേണുവിന്റെ കാര്യം ഞാൻ അറിയുന്നത് വളരെ വൈകി. അതായത് സത്യത്തിൽ രേണുവിനൊരു കുഴപ്പവുമില്ലായിരുന്നു. അതാണ് പറഞ്ഞു വരുന്നത്. രേണുവിനൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാസന്ന നിലയിൽ എന്ന് പറയുന്ന പോസ്റ്റ് ആരാണ് ഇട്ടത് എന്ന് ചോദിച്ചപ്പോൾ അത് സജീന ഇട്ടിട്ടുണ്ട്. അപ്പൊ സജീന പറയുന്നത് എന്താ വെച്ചാൽ രേണുവിന്റെ ചേച്ചിയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. നടക്കട്ടെ, റീച്ചല്ലേ. റീച്ച് എന്ന് പറഞ്ഞാൽ എമ്മാര് റീച്ചാണ്. റീച്ചല്ലേ, എല്ലാവർക്കും വേണ്ട റീച്ചല്ലേ. രേണുവിന്റെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് റീച്ചാട്ടെ, നടക്കട്ടെ. ഇനിയിപ്പോ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? വൈകുന്നേരമാണ്, ഒരു 5:30, 6, 7 മണിക്ക് ഉള്ളിലാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഞാൻ ഇട്ടതിന് ശേഷമാണ് വേറെ പോസ്റ്റുകൾ വന്നത്. മനസ്സിലായി? അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. എനിക്ക് പൊള്ളും കേട്ടോ. നീ ഇട്ട വീടിന്റെ താരം വന്ന കമന്റുകൾ നീ നോക്കാത്ത എന്ത്? അതിന് റിപ്ലൈ കൊടുക്കാത്ത എന്ത്? നീ അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത എന്ത്? എല്ലാരും അരിയാഹാരം കഴിച്ചു കിടക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഈ പറഞ്ഞ കണക്ക് എനിക്ക് നിങ്ങളുടെ ഒരു വൈരാഗ്യമില്ല, ഒരു വിദ്വേഷവും ഇല്ല. അപ്പൊ നീ കയറി വലിയൊരു ഹൈ സ്കോറിൽ കയറി ഭയങ്കര അന്ന് തുടക്കം മുതലേ രേണുസുധിക്ക് വേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. മനസ്സിലായ? അപ്പൊ രേണുസുധിക്ക് വേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ അധികാരവും എനിക്കാണ്. ആദ്യത്തെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എനിക്കാണ്.
എനിക്ക് വേണം, എനിക്ക് തന്നേ പറ്റോ. ഞാനാണ് രേണുവിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന പടനായകൻ, സേനാപതി. ഇതൊന്നും കേട്ടിട്ട് നിങ്ങളാരും വിചാരിച്ചേക്കല്ലേ ഈശ്വര ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യായിരുന്നു എന്ന്. അതൊക്കെ വളരെ ദുരിതം തന്നെയാണ് എൻ്റെ പൊന്നു മക്കളെ. ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേക്കരുത്. ചില ആൾക്കാർ ഒന്നും ചെയ്യും. കാരണം രേണുസുതിക്ക് ഇങ്ങനെ ഒന്നും നല്ല റീച്ച് കിട്ടുന്നുണ്ട്, നല്ല എന്താ അവരുടെ സഹായവും കിട്ടുന്നുണ്ട്. എന്നാൽ അവര് ശരിയെന്നാൽ ഒന്ന് നമുക്കും കൂടി തുടങ്ങാമെന്ന് ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ഇതുണ്ടെങ്കിൽ സൂക്ഷിച്ചോട്ടാ, വളരെ മോശമാണ്. റീച്ചിനാണെന്ന് നീയൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു ഉണ്ടയും ഇല്ല പറയാൻ, തിരിച്ച് മറുപടി പറയാൻ. മനസ്സിലായ? റീച്ച് കിട്ടിയിട്ടുള്ളതാണ് നെഗറ്റീവ് പറഞ്ഞവർക്കാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കൂടെ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെങ്കിൽ അതിന് തക്കതായ ഏതെങ്കിലും കാര്യങ്ങൾ കാണും. അത് എന്റെ ഇഷ്ടമാണ്. മനസ്സിലായ? അപ്പൊ ഇയാൾ അതിനകത്ത് ചെയ്തപ്പോൾ ഇയാൾക്ക് അതിന്റെ താഴെ വന്ന കമന്റുകൾ ഇയാൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ അത് ആരെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞു എന്നുള്ളത്. കാരണം ഈ പോസ്റ്റ് ഞാനാണ് ആദ്യം ഇട്ടത്, അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള ഇട്ടത്. അത് അല്ല, ഞാൻ ആലോചിക്കുക, ഇവരൊക്കെ മുന്നിൽ നിന്ന് നയിച്ചവര് എന്ന് പറയുന്നത് പടനായകന്മാരാണെന്ന് പറയുന്നത്. എൻ്റെ പൊന്നു കൊച്ചേ, അതിന് കുറച്ച് നല്ല വർത്താനം പറഞ്ഞു കൊടുത്തൂടെ, ഒരു നല്ല ഇതായിട്ട് പറഞ്ഞു കൊടുത്തൂടെ. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുത്തു, ഉപദേശം കൊടുത്തൂടെ. അതെങ്ങനെ ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉണ്ടാവില്ലല്ലോ, വേറെ വാർത്തയൊന്നും ഉണ്ടാവില്ലല്ലോ. അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല, എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും യാതൊരു എന്താ പറയാ, ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ ഉത്തരവാദിത്വം അല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും നടക്കുന്ന ആളല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ അറിഞ്ഞത് തന്നെയാണ്. പിന്നെ എന്താ പറയാ, അത്യാസന്ന നിലയിൽ നിന്ന് നിങ്ങൾ മാത്രമാണോ? ദിയാസന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ആരൊക്കെയോ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അത്യാസന്ന നിലയിൽ നിന്ന് പറയും. പിന്നെ നിങ്ങൾ ഇത് സ്വയമായിട്ട് കേൾക്കുന്നതിന് ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ സൗകര്യമാണ്. ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു, അത്ര തന്നെ. അത്യാസന്ന നിലയിൽ പറയാൻ എനിക്ക് തോന്നിയെങ്കിൽ അത് എന്റെ ഇഷ്ടം, എനിക്ക് അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു. അതിപ്പോ ആർക്കും ഇത്ര പ്രശ്നം, അത്രേ എനിക്കും പറയാനുള്ളൂ. അവരൊരു വ്യക്തി സ്വാതന്ത്ര്യം എന്ത് പറയണേ ഏത് പറയണമെന്നുള്ള അതിനെ റിയാക്ട് ചെയ്യുമ്പോഴല്ലേ. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ രേണുസുതി മാത്രമാണോ രോഗിയെന്ന്. അതായത് രേണുസുതിക്ക് എന്താ സാധാരണ രോഗികളെ പോലെയല്ലേ, രേണുസുതിക്ക് മാത്രമാണോ ഈ രോഗമുള്ളത്, അല്ലെങ്കിൽ അവർ മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ച് നടക്കുന്നത്, അവരാണല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അമ്പലമണി പോലെ ഇങ്ങനെ മുട്ടിക്കൊണ്ട് നടക്കുന്നത് എന്ന് പല ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാളെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എൻ്റെ പൊന്നു മക്കളെ, ഇതിനൊക്കെ ചോദ്യത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. ഇങ്ങനെ ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് രേണുവിന് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിലും അവർക്ക് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ എന്ന് പോലും അവർ മനസ്സിലാക്കുന്നില്ല. ഇതാരോട് പറയാനാണ് നമ്മൾ? ചുമരുണ്ടെങ്കിൽ മാത്രമല്ലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ. പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇയാൾ പേര് പറയാൻ തരുന്നത് ഒരു അന്തസ് ഉണ്ടായിരുന്നല്ലോ. എന്റെ പേരെങ്കിലും പറയാം, എന്റെ പേരോ അല്ലെങ്കിൽ ദിയാസനയുടെ ആരെങ്കിലും പേര് പറയാൻ തരുന്നു. ഇപ്പൊ RIP എന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനെതിരെ എന്തിനാ പ്രതികരിച്ചു? ഞാൻ അങ്ങനെ നിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ തെറ്റല്ല. പിന്നെ ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യണോ ഏത് പോസ്റ്റ് ചെയ്യണോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് മോശമായി പോയി ചേച്ചി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ സജീന ഇട്ട പോസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ കാര്യമുണ്ട്. ചുമ്മാ ഇല്ലാത്ത കാര്യത്തിന് പറയല്ലേ. എന്റെ പോസ്റ്റ്, എന്റെ ഫോണ്, എന്റെ ID, അത് എന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അതെ സെയിം അതേപോലെ തന്നെ നിങ്ങൾക്കും. അത് പറഞ്ഞതിൽ വളരെയധികം കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോണിൽ നിന്നും അവരിഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ട. ഇപ്പോൾ ഈ ആശാൻ പറയുന്നത് വെച്ചാൽ റീച്ചൊന്നും അല്ല, റീച്ചിന് വേണ്ടിയിട്ട് തന്നെ, എല്ലാം റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാൽ കഴിഞ്ഞാൽ പുളിക്കത്തൊന്നുമില്ല. ഇനി ഇന്നല്ലെങ്കിൽ നാളെ റീച്ച് ആകും. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും വലിയ ചിലവിനൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ ഒരുപാട് ഇല്ലത് കയ്യിൽ ഓർക്കണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ ഒരു പോസ്റ്റും കൊണ്ടുവന്നിട്ടിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പൈസ ഒന്നും കിട്ടത്തില്ല മക്കളെ. അപ്പോൾ എല്ലാവർക്കും വേണ്ട റീച്ചാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും ഫോണും കാര്യങ്ങളിലും ഇല്ല. നല്ലോണം കുത്തിയിട്ടോ നടന്ന് ഒരു സംഭവം ഒരാളെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്താഗതി പാടില്ല. ഞാൻ നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ നല്ല ഒരു യൂട്യൂബേഴ്സിന്റെ പേര് ഞാൻ ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല.
ആ ടൈമില് ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഇത് കാണുന്നത്. ഏതോ കുറെ സംഭവങ്ങൾ രേണു അത്യാസന്ന നിലയിൽ, ശരിക്കും പറയാൻ നിങ്ങളുടെ പോസ്റ്റ് ഒന്നും അല്ല ഞാൻ കാണുന്നത്. രേണു അത്യാസന്ന നിലയിൽ എന്ന് പറഞ്ഞത് ന്യൂസ് ചാനലിലെ പോസ്റ്റാണ് ഞാൻ കാണുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ അന്ന് ആ വീഡിയോസ് അവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യണം ഏത് പോസ്റ്റ് ചെയ്യണം എന്റെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഇട്ട ഒരു സാധനം വിമർശിക്കാൻ പാടില്ല എന്ന് പുറത്ത് പറയാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതിൽ വിമർശിച്ചു. ഇതിപ്പോ സജീനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്രേ ഉള്ളൂ. അതിന് മേളിലേക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളത് അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ പോവുക, അത് തന്നെ. അല്ലാണ്ട് ഞാൻ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് ഞാൻ ഇടുന്ന അതായത് നമ്മൾ പബ്ലിക്കിൽ വന്നു കഴിഞ്ഞാൽ വിമർശിക്കണം. കാരണം വിമർശിച്ചേ മതിയാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരായാലും ആരായി കഴിഞ്ഞാലും പബ്ലിക്കിൽ ഒരു പോസ്റ്റ് വന്ന പിന്നെ വിമർശിക്കും. അതിനെന്ന് പറഞ്ഞാൽ എൻ്റെ പോസ്റ്റ് ആരാടാ നീ വിമർശിക്കാൻ എന്ന് പറയുന്ന ചോദ്യശരങ്ങളുമായിട്ട് ആരും പോകാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരവർ തന്നെയാണ് നാണം കൂടും. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരാവശ്യവും. ഈ സജീന എന്ന് പറയുന്ന സ്ത്രീക്ക് ഇത് മിണ്ടാണ്ട് നിന്നാൽ മതി. അവർക്ക് എന്തിൻ്റെ ആവശ്യമാണ്? ആരെങ്കിലും ഇട്ടോട്ട് പോസ്റ്റ് എന്ന് വെച്ചാൽ പോരെ. ഒരു കാര്യം ഞാൻ പറയാം, രേണുവിന് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഞാനിട്ട പോസ്റ്റിനെതിരെ നീ വിമർശിക്കാൻ പാടില്ലടാന്ന് പറയാൻ മാത്രം സജീന അല്ലല്ലോ എന്റെ ഫോൺ കൈകാര്യം ചെയ്യുന്നത്, ഞാനാണ്. എടാ നീ ഓപ്പൺ ആയിട്ട് പറയാൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ നീ അത് പോസ്റ്റ് ചെയ്യല്ലേ ഇത് പോസ്റ്റ് ചെയ്യല്ലേ എന്തിനാ അത് പോസ്റ്റ് ചെയ്തെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അത് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉള്ള കണക്കാനെ എല്ലാവർക്കും എനിക്കും ഉണ്ട്, നിനക്കുള്ള കണക്കാനെ എനിക്കും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടങ്ങളല്ലേ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത്. നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ വല്ലതും ചോദിച്ചാ? നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നീ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇത് ആദ്യം ഞാനാണ് ഇട്ടത്. അപ്പൊ നീ അത് ടൈമുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ നീ ഒരു കാര്യം ചെയ്തു, അത് കഴിഞ്ഞ് എത്രയോ മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തെ പരാമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് മനസ്സിലാവും നിന്നെ തന്നെയാണെന്നുള്ളത്. അരിയാഹാരം കഴിച്ച് കിടക്കുന്നവരല്ലേടാ നമ്മള്. അത്രേ ഉള്ളൂ. പക്ഷെ അതേ കണക്ക് അതീവ ഗുരുതരാവസ്ഥയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അത്യാസന്ന നിലയിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തത്. പക്ഷെ ഉടനെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് കറക്റ്റായിട്ട് അവക്കുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞ ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അവര് പറഞ്ഞ് അവർക്ക് ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, അങ്ങനെയൊക്കെ അത് തന്നെയാണ് ഞാൻ ഇട്ടത്. അല്ലാതെ അവള് ഗുരുതരാവസ്ഥയിലാണ്, സീരിയസ് ആണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അർഷാദേ, എടാ നീ ഇട്ട ആ വീഡിയോ നമ്മള് ഈ രേണു സുധിക്കെതിരെ അതിമോശമായ രീതിയിൽ വീഡിയോ ഇടുന്ന ഒരു ഗ്യാങ് ഉണ്ട്. മഞ്ജു ആന്റണി, പിന്നെ ഇത് വിനി എന്ന് പറയുന്ന ഒരുത്തി, പിന്നെ രമ്യ, അങ്ങനെ കുറെ ടീമുണ്ട്. ആ ടീമിലുള്ള ഒരുത്തി അതെടുത്ത് മെൻഷൻ ചെയ്ത് ഇട്ടിട്ട് ഞങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. മനസ്സിലായി? ആ വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിനെ ഒരു റിയാക്ഷൻ വേണ്ടി ഞാൻ ഇപ്പൊ ഞാൻ അത് അപ്ലോഡ് ചെയ്യും. നിന്റെ പേര് ഞാൻ അതിൽ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. മോശമായിട്ടൊന്നും അല്ല, നിന്നെ ഞാൻ വിളിച്ചു സംസാരിച്ചപ്പോ നീ വേറെ പിന്നെ ഒരുപാട് പേരുടെ പോസ്റ്റ് കണ്ട് അതനുസരിച്ചാണ് നീ അത് ഇട്ടത് എന്ന് അൻഷാദ് എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു. ഞാനുമായിട്ട് കോണ്ടാക്ട് ഉള്ളവനാണ്, ഞാൻ ശത്രുത ആവാനൊന്നും ഒരു ഇതും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ നിന്റെ പേരും കൂടെ മെൻഷൻ ചെയ്ത് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ ഒരു വോയിസ് വന്നാൽ ഇപ്പൊ ഞാനത് അതെ നമ്മൾ തമ്മിൽ ആശയവിനിമയം പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് ജനങ്ങളെ ബോധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി. അതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവാണ്. രേണുവിനെ പ്രൊട്ടക്ട് ചെയ്യാം നമുക്ക്. പെട്ടെന്ന് വന്നടേ ഇത് എന്താ ചെയ്യാലേ? നിങ്ങൾ ആലോചിച്ച് നോക്കറായിരുന്നു, എന്തൊരു മനുഷ്യന്മാരാണ്. ഇവരെ ഏത് തരത്തിലാണ് രേണുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഒരാളെ മാത്രം മെൻഷൻ ചെയ്തല്ല ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ അത്യാസന്റെ നിലയിൽ ഗുരുതരാവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് സത്യാവസ്ഥ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇടുന്നെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ല ചേച്ചി, അങ്ങനത്തെ ഒന്നും വോയിസ് ഒന്നും ഞാൻ തരൂല. നിങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ ഒരു വോയിസ് ഉണ്ട് നിങ്ങളുടെ, എന്താണ് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്. ഞാൻ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല, ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ല, ഒരു യൂട്യൂബ് ചാനൽ പോലും എനിക്കില്ല. അങ്ങനെയുള്ള ഞാൻ എന്നെ വെളുപ്പിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾക്കും പ്രത്യേകിച്ച് ഗുണമില്ല, എനിക്കും പ്രത്യേകിച്ച് ഗുണമില്ല. ഇനി മുതലാണെങ്കിലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ വരുമാനം തേടാനായിട്ട് ആഗ്രഹവും എനിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളില് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു വോയിസ് ഇട്ട് ഇപ്പൊ സജീന ചേച്ചീനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞൊരു വോയിസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കും, ചിലപ്പം കുറെ ആൾക്കാരെ വന്ന് കൈയടിക്കുമായിരിക്കും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. സജീന ചേച്ചീനെ എന്നല്ല,
ഞാൻ ഇത് ആരെ ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ കുറെ സംഭവങ്ങൾ കണ്ടിരുന്നു, അതിലാണ്. ആരാണ് ഇപ്പോഴും എം ആയത്? ആരാണ് ഇപ്പൊ 3G ആയത്? സജീനി അല്ലേ? സജീനി അങ്ങനെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാ ആ ഒരു ഇതിലും കൂടി കിടക്കട്ടെ ഒരു വീഡിയോ. ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എൻ്റെ പൊന്ന് സഹോദരി, എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൈസ തന്നെയാണ്, മനസ്സിലാക്കണം. അപ്പോൾ സജീന ചേച്ചിക്ക് എന്നാ എന്നാ പിന്നെ ഒന്ന് അതും വരട്ടെ പൈസയായിരുന്നു. ഞാൻ ഇട്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള റീച്ചും കാര്യങ്ങളൊന്നും വേണ്ട ചേച്ചി. ആ പെങ്കൊച്ചിനെ എനിക്കറിയാം. അവള് എന്താ പറയാ, നിങ്ങളെക്കാൾ മുന്നേ പരിചയപ്പെട്ട ആളാണ്. എനിക്ക് കറക്റ്റ് ആയിട്ട് അവളുടെ എല്ലാവിധ അപ്ഡേഷൻസും അറിയാം. എന്ത് കാര്യം ഉണ്ടായാലും അവള് ഫസ്റ്റ് ടൈം എന്നെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അത് അവള് മാത്രമല്ല, അവളുടെ വീട്ടുകാരടക്കം എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. വേണ്ട, നിന്റെ അത് ഇട്ടിട്ട് എനിക്ക് റീച്ച് ഉണ്ടാക്കാനൊന്നുമല്ല. ഞാനത് ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇടണമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ ആരുടെയും വോയിസോ മറ്റേതോ എടുത്തിട്ടല്ല ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നീ പറഞ്ഞ കണക്ക് ഞാൻ ഇപ്പം ഇതുവരെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ വരുമാന മാർഗം ഇതാണ്. ഞാനിപ്പം എന്റെ ജോലിയായിട്ട് ഞാൻ കണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ, വിനോദോടെ എല്ലാരും ചെയ്യുന്നില്ലേ, നമുക്ക് മാത്രം എന്തൊരു പ്രത്യേകത? ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. നിനക്ക് തന്നെ കണ്ടാൽ അറിയാമല്ലോ വ്യൂ എത്രയുണ്ട്. പിന്നെ അതെ, രേണുസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം വരുമാനം തന്നെയാണ്, മനസ്സിലായി. അതിനെ കൊണ്ട് ജീവിക്കുന്നതാണ്. തുറന്നു പറയാനുള്ള മനസ്സിപ്പോഴെങ്കിലും തോന്നിയല്ലോ. അല്ലാതെ രേണുസുതിക്ക് വേണ്ടിയിട്ട് ഞാൻ പോരാടുന്നതാന്ന് ഒരിക്കലും പറയരുത്. രേണുസുതിക്ക് നല്ലതുണ്ടെങ്കിൽ നല്ലത് പറയുക, മോശമുണ്ടെങ്കിൽ മോശം പറയുക, അതിലൊന്നും ഒരു തെറ്റുമില്ല. അല്ലാതെ എന്ന് പറഞ്ഞാൽ രേണുസുധീൻ്റെ പോരാളിയാണ്, അയ്യോ ഞാനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ തേഞ്ഞു പോകണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ സബ് എത്ര ഉണ്ടെന്നൊക്കെ നോക്കുമ്പോ തന്നെ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതുവരെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇത് ചുമ്മാ നമുക്ക് അവക്കൊരു സപ്പോർട്ടായിട്ട് ഒരു മീഡിയ കിട്ടുക, ഒരു പ്ലാറ്റ്ഫോം കിട്ടുക, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു. അത് അതുവരെ വിജയിക്കുകയും ചെയ്തു. കാരണം അതിനകത്ത് ഈ നെഗറ്റീവ് പറയുന്നതിന് മാത്രം നല്ല ഹൈ പിച്ചിൽ പോവുക, അവര് നല്ല ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ചെയ്യുന്നു, അപ്പൊ നമ്മുടെ ഏണിങ്സും കൂടെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ചെയ്യുന്നു അതിനു വേണ്ടി തന്നെ. ഇനിയിപ്പോ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ വേറൊരു സംഭവങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അയച്ച മെസ്സേജസുകളാണ് ഇത് ഫുള്ള്. അത് ആദ്യം ഫസ്റ്റിലെ മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ചേച്ചി ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ രേണുവിന്റെ കൂടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, അവർ വീഡിയോ ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരിക്കും. പക്ഷേ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒക്കെ റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ പൊക്കി പറഞ്ഞാലും ശരി, ഇനി നെഗറ്റീവ് പറഞ്ഞാലും ശരി, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതുവരെ എന്ന് പറഞ്ഞാൽ ആരെയും പൊക്കാനും പോയില്ല, താഴെയിടാനും പോയില്ല. നമ്മൾ കണ്ടത് പറയുമായിരുന്നു. നമുക്ക് മനസ്സിലേക്കൂല, കണ്ടത് പറയും. തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ പറയുമായിരുന്നു. പോലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചുമ്മാ എന്താ പറയാ, ഒരു പരിചയമില്ലാത്ത എന്നെ എടാ പോടാന്ന് അടക്കം വിളിച്ചു. ഞാൻ അതിനൊന്നും മിണ്ടുന്നില്ല. എടാ പോടാന്ന് വിളിക്കാം. ചേച്ചിക്ക് അത്യാവശ്യം വലിയ പ്രായമുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കാം. ഞാൻ ആ ഒരു ബഹുമാനം തന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഉള്ള കാര്യം പറയാലോ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടൊന്നും ഒരു സംഭവം ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ നിങ്ങൾ ഇത്രയും വർത്താനം പറഞ്ഞല്ലോ, അരി ആഹാരം കഴിക്കുന്നു, മറ്റതാ മറിച്ച എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഡയലോഗ്സുകളുണ്ടല്ലോ. എന്താന്ന് പറഞ്ഞാലും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ഇപ്പൊ രേണു വയ്യാണ്ടായി കഴിയുമ്പോ നിങ്ങളാണ് രേണുവിനെ നോക്കിയത് എന്ന് പറയണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളാണ് രേണുവിന് വേണ്ടി പട വെട്ടിയത് എന്ന് രേണുവിന്റെ കുടുംബം പറയണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. കംപ്ലീറ്റ്ലി ഈ വോയിസ് എല്ലായിടത്തും ഞാൻ പുറത്തേക്കിടും. ഞാൻ ഒരു കാര്യം പറയാം, അതായത് ഈ സജീനിയും രേണുവും തമ്മിൽ ഇനി കുറച്ച് കാലത്തിനുള്ളിൽ അവർ തമ്മിൽ തെറ്റുപാടുന്നു. അത് ഉറപ്പായിട്ട് തെറ്റുപാടുന്നു. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സജ്ജന ആയുഷ്കാലം മുഴുവൻ രേണുവിൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പറയാം. ഏതായാലും എന്താ പറയേണ്ടത്, ഞാൻ പറഞ്ഞില്ല, ഒരു അസുഖമൊന്നും കൊണ്ട് ഒരാളും കളിക്കരുത്. എന്തെങ്കിലും ശരി, അസുഖം കൊണ്ട് നിങ്ങളെ ഒരിക്കലും ഇങ്ങനെ കളിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള ഒരാൾ കാണുന്നുണ്ട്. വളരെ സൂക്ഷിച്ചു പാടുന്നു. ബൈ ബൈ.